മസാല പടം ആക്ഷൻ കാണാനുള്ളവർക്ക് നല്ല ആക്ഷൻ ഉണ്ട്, കാണാനുള്ള ഒരുപാട് സ്റ്റണ്ട് ഉണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ജോജുവിൻ്റെ സ്ക്രീൻ പ്രസൻസ് അടിപൊളി, സൂപ്പർ, അടിപൊളിയാണ്. ജോജു ചേട്ടൻ കിങ്കാട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് പിന്നെ ത്രില്ലിങ് ഒരു പ്രതികാര കഥയാണ്. അപ്പം ആരാണെങ്കിൽ ജീവിതത്തിൽ തകർക്കാൻ നോക്കി കഴിഞ്ഞാൽ തിരിച്ചും പ്രതികാരം ചെയ്യും. ജയിലും കോടതിയൊക്കെ മാത്രമല്ല, പക്ഷേ ശിക്ഷ കിട്ടും. പക്ഷേ ജീവിതത്തിൽ ഒരാളെ തകർക്കാൻ പറ്റില്ല. തകർത്ത് കഴിഞ്ഞാൽ തിരിച്ചു തകർക്കാൻ പറ്റുമെന്ന് ഒരു പ്രതികാര സിനിമയാണ്. കിട്ടി. കാരണം ജോർജിന്റെ ഒറിജിനൽ ശേഷം നല്ലൊരു ഗംഭീര മാസ്റ്റർ ക്ലാസ് എന്റർടൈനറാണ്. അടുത്ത സൂപ്പർ സ്റ്റാർ ജോർജാണ്. എന്നാലും ഗംഭീര സിനിമ. കാരണം എന്ന് വെച്ചാൽ രോമാഞ്ചം കൊണ്ടൊരു സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ ഷാജി കൈലാസ് സാറിൻ്റെ ഒരു നല്ല ഗംഭീര സിനിമ എന്ന് തന്നെ പറയാം. ജോർജാൻ്റെ ഫൈറ്റും അതുപോലെ ആക്ടിങ്ങും എല്ലാം ഗംഭീരമാണ്, സൂപ്പർ സിനിമയാണ്. പിന്നെ ഫാമിലിക്ക് കാണാൻ പറ്റിയാണ്. ഷാജി കൈലാസ് സാറിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെ എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ കമ്മീഷണർ കണ്ടൊരു ഓർമ്മ അല്ല സുരേഷ് ചേട്ടനെ, എന്തായാലും വരവ് ഗംഭീരം. ജോയിച്ചേട്ടൻ അടിപൊളി. അടുത്ത സൂപ്പർ സ്റ്റാർ ജോയിച്ചേട്ടൻ. മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോജോ ചേട്ടന് സങ്കടം വരുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും, പിന്നെ ദേഷ്യം വന്നാൽ ഞങ്ങൾക്കും ദേഷ്യം വരും. ഇടി ഒരു രക്ഷയില്ല, വേറെ ലെവൽ, അടിപൊളി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, അടിപൊളിയാണ്. സിനിമകൾ അടിപൊളിയാണ്. നല്ല ഇടി എന്ന് പറഞ്ഞാൽ കിൻഡലിടി അടിപൊളി, ഒന്നും പറയാനില്ല. ഷാജി കൈലാസിന്റെ പണ്ടത്തെ അവര് ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് പടം. ഇടിയൊക്കെ കാണുന്നത് തന്നെയാണ്. സാർ നന്നായിട്ട് നമ്മുടെ പഴയ എന്തുവാ ഷാജി സാറിന്റെ പടമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ജോയിച്ചേട്ടൻ കിളക്കി, ഇത്രയൊക്കെ ഉള്ളൂ. എന്തോ അല്ലല്ല, ഞാൻ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. ജോയിച്ചേട്ടൻ്റെ പണിക്കകത്തൊക്കെ ഉണ്ട് ഞാൻ. സാറിനെ പോലും വലിയൊരാളുടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തോ അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ, സന്തോഷം തോന്നുന്നു. എല്ലാവരും വന്ന് കാണണം സിനിമ. ഇത് നല്ലൊരു സിനിമ വന്നപ്പം തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണ്ടേ. അങ്ങനെയല്ലേ സിനിമയോട് പ്രതിബദ്ധതയുള്ളവരും സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണം. ഒറ്റ വാക്കിൽ വരവ് തന്നെയായിരുന്നു എന്നത്. എന്തൊരു വരവാ. ഗംഭീരമുണ്ട്. ഷാജി കൈലാസ് പടം കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അത് ഫുൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ജോജുവിൻ്റെ ഇടി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഇടിയാണ്. കുറേ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഇടിക്ക് വേണ്ടി. അങ്ങനത്തെ ഒരു ഇടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടല്ലേ, പടം കണ്ടില്ലേ? കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യുന്നൊരു അത്യാവശ്യം ഒരു ഇമോഷണൽ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആവശ്യത്തിന് ഇടിയുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ ഇടിയാ, കുഴപ്പമില്ല, ഒന്നൊന്നും ഇടിയാ. ഓക്കെ, താങ്ക് യു. അയ്യോ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പേടിയായിരുന്നു, കൊള്ളായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാവരും കൊണ്ടു നന്നായിട്ട് കൊണ്ട് ഇപ്പോഴും പാടുണ്ട്. അല്ല നല്ലതല്ലായിരുന്നോ? മറ്റേ ഓണം തൂക്കി മറ്റേ കരഞ്ഞൊക്കെ പറയട്ടെ ഞാൻ, വേണ്ടല്ലേ? ശരി, ഇറങ്ങട്ടെ ഞങ്ങള്. താങ്ക് യു. ബാബയുടെ ഷാജി കൈലാസ് പടത്തിൽ അഭിനയിച്ചത് ഷാജി കൈലാസ് പടത്തിൽ എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷം. ഇല്ല. MLA ആയിട്ട് അഭിനയിക്കുമ്പോൾ എന്താ പറഞ്ഞ പോലെ അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയുണ്ടായിരുന്നു MLA ആവാൻ തോന്നിയോ? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ടോ? ഫൈറ്റിന് See, whatever.
നന്നായിട്ട് തോന്നുന്നു. മൊത്തത്തിൽ മൂവി കണ്ടപ്പോൾ അയ്യാ ഞാൻ എന്നെ അല്ലായിരുന്നു ഫോക്കസ് ചെയ്തത്, ഞാൻ ജോജു സാറിനെ ഫോക്കസ് ചെയ്തത്. ഞാൻ അടി കാണാനാണ് വന്നത്. കുറേ അടി. യെസ്